ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറിയാണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് വേണ്ടിയിട്ട് വണ്ടിയുടെ ബോഡി കാര്യങ്ങളൊക്കെ അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് തൽക്കാലം കുഴപ്പമില്ല, നമുക്ക് ഈ സർവീസും കൂടി ഉപയോഗിക്കാം. നെക്സ്റ്റ് സർവീസിൽ എന്തെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം പൊടിയുണ്ട്. കൂടുതലായിട്ടും അടുത്ത സർവീസിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്, ഒറിജിനൽ ഫിൽറ്റർ കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിലവിൽ ഓയിൽ ലീക്കോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ സീലിൽ ലീക്കൊന്നുമില്ല. ഈ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് കിക്കറിൻ്റെ വീല് അതൊക്കെ ഒന്ന് അത്യാവശ്യം ഇത് ശരിക്കും ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ തുരുമ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റ് ഒക്കെയാണ്. അതൊക്കെ ഓക്കെ, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല, വർക്കിംഗ് പെർഫെക്റ്റാണ്. പിന്നെ ബെൻഡെക്സ് ക്ലച്ച് ഔട്ടർ യൂണിറ്റാണത്. ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ CVT ക്ലച്ച് വന്ന ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ അത് നിലവിൽ ഫുള്ളായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അഴിച്ച് ഗ്രീസിങ്ങിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല, കാരണം ഞാൻ ഓൾറെഡി ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് വർക്കിംഗ് ചെക്ക് ചെയ്തിരുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഔട്ടറിലായാലും വേറെ പറയത്തക്ക വേറെ കംപ്ലൈൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ചെറുതായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് മേജറായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ, നമുക്ക് ഏകദേശം 25,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇച്ചിരി ഡീപ്പായി തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയണം നല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ഒരു സർവീസും കൂടി ചിലപ്പോൾ കിടന്നേക്കും. എന്നാലും അതൊരു ഭാഗ്യ പരീക്ഷണമായിരിക്കും. കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണത്. അപ്പോൾ നിലവിൽ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം കേട്ടോ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് ഏതെങ്കിലും ഒരു കട്ടായിട്ട് പൊളിഞ്ഞു പോകുന്നാൽ ഭാഗ്യത്തെ പെട്ടെന്ന് പോവും. ആരംഭമാണ്, തുടക്കത്തിലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ടെസ്റ്റും നടത്തുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്നത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അതിൻ്റെ ഇയർ വന്നിട്ട് നമുക്ക് 2021 മോഡൽ കാണിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.9 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഓക്കെയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ ബാറ്ററിക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട് ബാറ്ററി. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈനർ ഒരഞ്ഞേക്കണേൻ്റെ ലൈനറും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, അത് ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കണം. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്യാമൊക്കെ നമ്മൾ വെച്ച് ഗ്രീസ് ചെയ്യണ്ടല്ലോ. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കേബിളുകളും നിലയിൽ വേറെ പ്രശ്നമില്ല. സ്പീഡോമീറ്ററിൻ്റെ ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാം കേട്ടോ. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യേണ്ടി വരും. ഇതിൽ നമുക്ക് നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമാണ് നമുക്കുള്ളത്. പിന്നെ അതിനകത്ത് അഡീഷണൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് മാറുന്നുണ്ട്. പിന്നെ അഡീഷണൽ വന്നത് ആ ബെൽറ്റ് മാറുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ ഇവിടുത്തെ ബ്രേക്കിൻ്റെ സ്വിച്ച് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഏകദേശം ഒരു 50-55 രൂപ റേഞ്ചൊക്കെ വന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിടാം. പിന്നെ ബാക്കിലത്തെ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഭാഗത്തൊക്കെ ബോൾട്ട് ചാടി പോയിട്ട് അതിൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെൽഡ് ചെയ്യണേലും നല്ലൊരു ക്ലാമ്പ് ഇട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റിയിൽ നിന്നോളും. അപ്പോൾ ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.